പരിയാരം പഞ്ചായത്തിലെ പനങ്ങാട്ടൂരിൽ പ്രവർത്തനം നിർത്തലാക്കിയ ചെങ്കൽപ്പണ അനധികൃതമായി മാലിന്യം തള്ളാനുള്ള കേന്ദ്രമായി മാറി. കെട്ടിടാവശിഷ്ടങ്ങൾ മുതൽ വീടുകളിലെയും ഹോട്ടലുകളിലെയും മറ്റ് മാലിന്യങ്ങൾ വരെ ഇവിടെ തള്ളിയതോടെ പ്രദേശത്ത് വലിയ കുന്നുപോലെ മാലിന്യ കൂമ്പാരം രൂപപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാലിന്യം തള്ളാനെത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു. മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് പരിയാരം പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പരിയാരം പനങ്ങാട്ടൂരിലെ പഴയ ഒരു ചെങ്കൽപ്പണ നികത്തിയത് നിറയെ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൊണ്ടാണ്. ഇവിടെ ഈ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന അവസ്ഥയിലാണ്. ഏറെ ആശങ്കയിലാണ് ഈ നാട്ടുകാരുള്ളത്. മുൻപ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ചെങ്കൽപ്പണ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തലാക്കിയിരുന്നു. തുടർന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നും വൻതോതിൽ മാലിന്യം ശേഖരിക്കുന്ന കരാറുകാർ ഈ സ്ഥലത്ത് ആദ്യം കെട്ടിടാവശിഷ്ടങ്ങൾ തള്ളുകയായിരുന്നു. ആദ്യം മുഖവിലക്കെടുത്തില്ലെങ്കിലും പിന്നീട് ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള മാലിന്യങ്ങൾ ഇവിടെ തള്ളിയപ്പോഴാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അധികമാരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത സ്ഥലത്താണ് ഈ പണ ഉള്ളത്. ഇവിടെയാണ് രാത്രികാലങ്ങളിലും മറ്റും ലോഡ് കണക്കിന് മാലിന്യം കൊണ്ടുവന്ന് തള്ളിയത്. കഴിഞ്ഞ ദിവസം മാലിന്യം തള്ളാനെത്തിയ വാഹനം നാട്ടുകാർ ചേർന്ന് തടഞ്ഞു. വിവരമറിഞ്ഞ പരിയാരം പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. മാലിന്യം തള്ളാനെത്തിയ 2 വാഹനങ്ങൾക്കും പിഴ ചുമത്തുകയും ഇവിടെ തള്ളിയ മുഴുവൻ മാലിന്യങ്ങളും ഉടൻ നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകി. മാലിന്യ കൂമ്പാരം മൂലം പ്രദേശത്ത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളും പകർച്ചാ ഭീഷണിയും ഉയർന്നതായി നാട്ടുകാർ ആശങ്കപ്പെടുന്നു. കുന്നിൻ പ്രദേശത്താണ് മാലിന്യം ഇത്രയും തോതിൽ തള്ളിയിരിക്കുന്നത്. ശക്തമായ മഴയിൽ മാലിന്യ കുന്ന് ഇടിഞ്ഞ് അപകടമുണ്ടായേക്കുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട്. ഇവര് എവിടെ നിന്നോ കിട്ടുന്ന ഈ ഹോസ്പിറ്റലിൽ നിന്ന് അതേപോലെ തന്നെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന പല കച്ചറയായിട്ടുള്ള പല വേസ്റ്റുകളും ഇവിടെ കൊണ്ടുവന്ന് തള്ളുകയാണ്. ഇപ്പം നോക്കിയാൽ കാണാം, ഇപ്പം കുന്നാണ്. ഇപ്പം ഇന്നലെ വെച്ചാൽ നമ്മൾ ഈ മീഡിയ കൂടുതൽ ഇടപെട്ടതിന് കൊണ്ട് അവരിപ്പം ഇതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതൊന്ന് മണ്ണൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇത് അതിഭീകരമായിരുന്നു. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകാന്ന് വെച്ചാൽ അടുത്തൊരു ചൂരന്മല ഇതിലേക്ക് സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അതിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ജനങ്ങളുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കിവിടെ ജീവിക്കേണ്ടതാണ്. ഇങ്ങനെ മാലിന്യം വന്ന് കൊണ്ട് തള്ളിയാൽ നമുക്കിവിടെ പോസിബിൾ അല്ല അത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ശക്തമായിട്ട് എന്നാലും പ്രതികരിക്കും. മഴ ശക്തമായതിനാൽ മാലിന്യം കുടിവെള്ള സ്രോതസ്സിനെയും മലിനമാക്കുമോ എന്ന ആശങ്കയും ഇവിടുത്തുകാർക്കുണ്ട്. മാലിന്യം തള്ളിയ ശേഷം അതിനു മുകളിൽ മണ്ണിട്ട് മൂടുകയാണ് ഇവർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നാട്ടുകാർ വാഹനം തടഞ്ഞതിന് പിന്നാലെയും ഇവിടെ മണ്ണിട്ടിട്ടുണ്ട്. അനധികൃതമായി ഇവിടെ മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടി വേണമെന്നും മാലിന്യങ്ങൾ മുഴുവൻ ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നും പ്രദേശം പൂർണ്ണമായും ശുചീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം മാലിന്യം തള്ളാനെത്തിയ വാഹനം നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞിരുന്നു. പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പിഴ ഈടാക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടുത്തെ മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. വിമൽ ചെടിച്ചേരിക്കൊപ്പം ഷാരി മരാജൻ, കണ്ണൂർ വിഷൻ.